നമസ്കാരം, ഞാൻ ഷോണിമ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. IBSF വേൾഡ് സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് ഇസാ ബിൻ അൽ ഖലീഫ പങ്കെടുത്തു. സുപ്രീം കൌൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സിന്റെ ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാനും ജനറൽ സ്പോർട്സ് അതോറിറ്റി പ്രസിഡന്റും BOC പ്രസിഡന്റുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫയുടെ രക്ഷാകർതൃത്വത്തിലാണ് ക്രൗൺ പ്ലാസയിൽ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. നിരവധി അന്താരാഷ്ട്ര ഫെഡറേഷൻ പ്രതിനിധികൾ, വിശിഷ്ട വ്യക്തികൾ, ക്ഷണിക്കപ്പെട്ട അതിഥികൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ബഹ്റൈൻ ബില്ലിയാർഡ്, സ്നൂക്കർ, ഡാറ്റ്സ് ഫെഡറേഷൻ എന്നിവ നടത്തുന്ന 5 ലോക സ്നൂക്കർ ചാമ്പ്യൻഷിപ്പുകൾ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ജൂലൈ 13 ആരംഭിച്ച് 24 വരെ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 26 രാജ്യങ്ങളിൽ നിന്നുള്ള 250-ലധികം കളിക്കാർ, റെഫറിമാർ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കുന്നു. 5 ലോക സ്നൂക്കർ ടൂർണമെന്റുകൾക്ക് ആതിഥേയത്വം വഹിക്കുക എന്നത് ബഹ്റൈന്റെ സംഘടനാ മികവും രാജ്യത്തിൽ അന്താരാഷ്ട്ര ഫെഡറേഷനുകൾക്ക് ആത്മവിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്ന സുപ്രധാന നേട്ടവുമാണ് എന്ന് ഷെയ്ഖ് ഇസാ ബിൻ അൽ ഖലീഫ പറഞ്ഞു. ഇത്തരം സ്പോർട്സ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിലൂടെ മികച്ച കായിക താരങ്ങളെ ആകർഷിക്കുന്നതിനും വിനോദസഞ്ചാരത്തിനും സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കും സംഭാവന നൽകുന്നതിനും അന്താരാഷ്ട്ര കായിക കേന്ദ്രമെന്ന നിലയിൽ ബഹ്റൈന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്നതിനും മുതൽക്കൂട്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബഹ്റൈൻ കേരളീയ സമാജം മലയാളം മിഷൻ പാഠശാലയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന അക്ഷരമുറ്റം അവധിക്കാല ഉല്ലാസക്കളരി ഇന്ന് നടക്കും. ഇന്ന് വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെ സമാജം ഡയമണ്ട് ജൂബിലി ഹാളിലാണ് ഉല്ലാസക്കളരി ഒരുക്കിയിട്ടുള്ളതെന്ന് സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കലും അറിയിച്ചു. പ്രമുഖ നാടൻ കലാപ്രവർത്തകനും പരിശീലകനും ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി സംവിധായകനും കേരള ഫോക്ലോർ അക്കാദമി യുവപ്രതിഭ പുരസ്കാര ജേതാവുമായ ഉദയൻ കുണ്ടംകുഴിയാണ് ഉല്ലാസക്കളരി നയിക്കുന്നത്. മലയാളം പാഠശാല പഠിതാക്കളല്ലാത്ത കുട്ടികൾക്കും കളരിയിൽ പങ്കെടുക്കാമെന്ന് സംഘാടകർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് രജിത അനിയെ 38044694, വിനയചന്ദ്രൻ ആർ നായരിനെ 39215128 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം. ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് ബീറ്റ് ദ ഹിറ്റ് സംരംഭത്തിന്റെ ഭാഗമായി ഇസാ ടൗണിലെയും റിഫ പ്രദേശത്തെയും താഴ്ന്ന വരുമാനക്കാരായ തൊഴിലാളികൾക്ക് പഴങ്ങൾ, ജ്യൂസ്, വാട്ടർ ബോട്ടിലുകൾ എന്നിവ വിതരണം ചെയ്തു. ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് പ്രതിനിധികളായ ഫസലുർ റഹ്മാൻ, റൌഫ് എന്നിവർ വിതരണത്തിൽ പങ്കെടുത്തു. BMC ന്യൂസിലൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ബഹ്റൈൻ മലപ്പുറം ഡിസ്ട്രിക്ട് ഫോറം മുതിർന്ന മലപ്പുറം ജില്ലക്കാരായ ബഹ്റൈനിലുള്ള പ്രവാസികളെ ആദരിക്കുന്നു. 40 വർഷത്തെ പ്രവാസ ജീവിതം പൂർത്തിയാക്കിയ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഇപ്പോൾ ബഹ്റൈനിൽ ജോലി നോക്കുന്ന പ്രവാസികളെയാണ് ആദരിക്കുന്നതിനായി തിരഞ്ഞെടുക്കുക എന്ന് ഭാരവാഹികളായ ബഷീർ അമ്പലായി, സലാം അമ്പാട്ടുമൂല, ഷമീർ പൊട്ടച്ചോല, ഫസലുൽ ഹഖ്, അലി അഷറഫ് വാഴക്കാട് എന്നിവർ അറിയിച്ചു. ഈ മാസം 31 വരെ മലപ്പുറം ജില്ലക്കാരായ ബഹ്റൈനിലുള്ള പ്രവാസികളുടെ വിവരങ്ങൾ 34135124 എന്ന നമ്പറിൽ മനീഷ് കൊണ്ടോട്ടിയെയും 36612810 എന്ന നമ്പറിൽ രജി ഷാർപ്പിയെയും അറിയിക്കാം.
അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ഉൽക്കശാസ്ത്ര നേതൃസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ജ്യോതിശാസ്ത്രജ്ഞൻ ഡോക്ടർ അശ്വിൻ ശേഖറിന് ബഹ്റിനുമായി അടുത്ത ബന്ധം. ബഹ്റിനിലെ കോട്ടക്കൽ ആര്യവൈദ്യശാല ഉടമ ശേഖറിന്റെയും അനിതയുടെയും മകനാണ് അശ്വിൻ ശേഖർ. ഓസ്ട്രേലിയയിലെ പെർത്തിൽ നടന്ന IAU-വിന്റെ അന്താരാഷ്ട്ര ഉൽക്കാശാസ്ത്ര സമ്മേളനത്തിലായിരുന്നു അശ്വിനെ തിരഞ്ഞെടുത്തത്. ഉൽക്കാശാസ്ത്രവുമായി ബന്ധപ്പെട്ട മീറ്റിയോർ സയൻസ് കമ്മീഷന്റെ ചുമതലയുള്ള നേതൃസമിതിയിൽ ഡോക്ടർ അശ്വിനൊപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 8 പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞരാണ് ഉള്ളത്. ഉൽക്കാശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക, അന്താരാഷ്ട്ര തലത്തിൽ സമ്മേളനങ്ങളും വർക്ക്ഷോപ്പുകളും സംഘടിപ്പിക്കുക തുടങ്ങിയവയാണ് നേതൃസമിതിയുടെ ചുമതല. ലണ്ടൻ റോയൽ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ മെമ്പർഷിപ്പ് കമ്മിറ്റിയിലേക്കും ഡോക്ടർ അശ്വിൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ കമ്മിറ്റിയിലെയും ഏക ഇന്ത്യക്കാരനാണ് അദ്ദേഹം. ലണ്ടനിലെ റോയൽ ആസ്ട്രോണമിക്കൽ സൊസൈറ്റി ഫെല്ലോ ആയി തിരഞ്ഞെടുക്കപ്പെടേണ്ട ശാസ്ത്രജ്ഞരെ ശുപാർശ ചെയ്യുന്ന സമിതിയാണ് ഇത്. മറ്റു വാർത്തകളിലേക്ക്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതായി വിവരം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് യമനിലെ പ്രസിദ്ധ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധി ഭരണകൂട പ്രതിനിധികളുമായി ചർച്ച നടത്തിയതായാണ് വിവരം. ഒരു ഷെയ്ഖിന്റെ ഇടപെടൽ നടക്കുന്നതായി കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. യമനിൽ സ്വാധീനമുള്ള ഒരു ഷെയ്ഖിന്റെ സഹായം ഉപയോഗിക്കുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണിയാണ് സുപ്രീം കോടതിയെ അറിയിച്ചത്. നോർത്ത് യമനിലാണ് ഇപ്പോൾ ചർച്ച നടന്നത്. ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധി ഹബീബ് അബ്ദുറഹ്മാൻ അലി മഷ്ഹൂർ, യമൻ ഭരണകൂട പ്രതിനിധികൾ, ജിനായത്ത് കോടതി സുപ്രീം ജഡ്ജ്, കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ, ഗോത്രത്തലവന്മാർ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. ദയാധനത്തിനു പകരമായി കുടുംബം മാപ്പ് നൽകി വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയും മോചനം നൽകുകയും വേണമെന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ആവശ്യം കുടുംബത്തിന് മുമ്പാകെ അവതരിപ്പിച്ചതായും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 18 ദിവസത്തെ വാസം പൂർത്തിയാക്കി ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ഭൂമിയിലേക്ക് മടക്കയാത്ര തുടങ്ങി. ശുഭാംശു അടങ്ങുന്ന ആക്സിയം 4 സംഘത്തെ വഹിച്ചുകൊണ്ട് ഡ്രാഗൺ ഗ്രേഡ് പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്തു. ഇന്ത്യൻ സമയം ഇന്ന് വൈകിട്ട് 4:45 നിലയത്തിലെ ഹാർമണി മൊഡ്യൂളിൽ നിന്ന് ഗ്രേസ് പേടകം വേർപെട്ടത്. ശുഭാംശു ശുക്ലയ്ക്ക് പുറമെ മുതിർന്ന അമേരിക്കൻ ആസ്ട്രോണറ്റ് പെഗി വിറ്റ്സൺ, പോളണ്ട് സ്വദേശി സ്ലാവോ സുസ്നാസ്കി, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പു എന്നിവരാണ് ആക്സിയം 4 ക്രൂവിൽ ഉള്ളത്. ജൂൺ 26 ആക്സിയം 4 ദൗത്യസംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത്. നിലയത്തിൽ ലക്ഷ്യമിട്ട 60 പരീക്ഷണങ്ങളും കൃത്യമായി പൂർത്തിയാക്കാൻ ആക്സിയം 4 സംഘത്തിന് കഴിഞ്ഞു. കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ 6 വിത്തനങ്ങളുടെ പരീക്ഷണമടക്കം നിരവധി ഗവേഷണങ്ങൾ ISS-ൽ ശുഭാംശു ശുക്ലയുടെ മേൽനോട്ടത്തിൽ നടന്നു. വിവിധ പരീക്ഷണങ്ങളുടെ ഭാഗമായ സാമ്പിളുകളടക്കം 236 കിലോഗ്രാം കാർഗോ ഗ്രേസിൽ ഭൂമിയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നുണ്ട്. വീണ്ടും ഒരു ഇടവേള. പഹൽഗാം ഭീകരാക്രമണത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായതായി സമ്മതിച്ച് ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ആക്രമണം കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ലഫ്റ്റനന്റ് ഗവർണർ സുരക്ഷാ വീഴ്ച സംഭവിച്ചതായി പരസ്യമായി പ്രതികരിച്ചിരിക്കുന്നത്. ദേശീയ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു മനോജ് സിൻഹയുടെ പ്രതികരണം. കേരളത്തിൽ ഒരു നിപ്പ മരണം കൂടി സ്ഥിരീകരിച്ചതോടെ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, തൃശൂർ ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം. നിപ്പ ലക്ഷണങ്ങളുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് ആശുപത്രികളോട് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. കഴിഞ്ഞ ദിവസം മരിച്ച പാലക്കാട് കുമാരംപുത്തൂർ സ്വദേശിയുടെ സമ്പർക്ക പട്ടികയിൽ 46 പേരാണ് ഉള്ളത്. പാലക്കാടും മലപ്പുറത്തും അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. രോഗലക്ഷണവും സമ്പർക്ക പട്ടികയിലുമുള്ളവരിൽ ചിലരുടെ ഫലം നെഗറ്റീവായതിന്റെ ആശ്വാസത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെങ്കിൽ നിപ്പയിൽ പുതുതായി ഒരു മരണം കൂടി സംഭവിച്ചതോടെ അതീവ ജാഗ്രതയിലേക്ക് കടന്നിരിക്കുകയാണ് കേരളത്തിലെ ആരോഗ്യ മേഖല. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.